പുഴയുടെ തീരത്തെ മരത്തിലാണ് ചിന്നുവെന്നും മിന്നുവെന്നും പേരുള്ള 2 കാക്കകൾ താമസിച്ചിരുന്നത്. മിന്നുക്കാക്ക നല്ല സ്വഭാവമുള്ള മിടുക്കനായ ഒരു കാക്കയായിരുന്നു. എന്നാൽ ചിന്നുക്കാക്കയാകട്ടെ വളരെ അലസ സ്വഭാവമുള്ള മടിയനായ കാക്കയും ആയിരുന്നു. ഇവർ 2 പേരും ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്. എന്നും രാവിലെ തീറ്റ തേടി 2 പേരും 2 ദിശയിലേക്ക് പോകുമായിരുന്നു. സന്ധ്യയാകുമ്പോഴേക്കും വയറ് നിറച്ച് 2 പേരും കൂട്ടിൽ വന്ന് കയറും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. മഴക്കാലം വന്നു. പതിവ് പോലെ അവർ 2 പേരും തീറ്റ തേടി ഇറങ്ങി. സന്ധ്യയ്ക്ക് കൂട്ടിൽ വന്ന മിന്നുക്കാക്കയോട് ചിന്നുക്കാക്ക പറഞ്ഞു, ഇന്നെനിക്ക് ഒന്നും കിട്ടിയില്ല, വല്ലാതെ വിശക്കുന്നു. നേരം സന്ധ്യയായി, എന്തു ചെയ്യും? ഇത് കേട്ട മിന്നുവിന് സങ്കടം തോന്നി. അവൻ ശേഖരിച്ച ഭക്ഷണത്തിൽ നിന്നും ഒരു പങ്ക് ചിന്നുവിന് കൊടുത്തു. പിറ്റേ ദിവസവും മിന്നു വന്നപ്പോൾ ചിന്നു ഇത് തന്നെ തുടർന്നു. പിറ്റേന്ന് 2 പേരും തീറ്റ തേടിയിറങ്ങിയപ്പോൾ മിന്നു കുറച്ചു ദൂരം പോയിട്ട് ചിന്നുവിനെ ഒന്ന് നോക്കിക്കളയാമെന്ന് കരുതി അവൻ പോയ വഴി പോയി. ദാ ചിന്നു തിരിച്ചു വരുന്നല്ലോ, ഇവിടെ മറഞ്ഞിരിക്കാം എന്ന് പറഞ്ഞു മിന്നു ഒരു മരക്കൊമ്പിൽ മറഞ്ഞിരുന്നു. അപ്പോൾ അതാ ചിന്നു കൂട്ടിൽ വന്ന് ഉറങ്ങാൻ തുടങ്ങി. ആഹാ, അമ്പട, അപ്പൊ ഇതാണല്ലേ നിന്റെ കളി. ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. സന്ധ്യയ്ക്ക് കൂട്ടിൽ വന്ന മിന്നു ചിന്നുവിനോട് പറഞ്ഞു, ഇന്ന് എനിക്കും ഒന്നും കിട്ടിയില്ല. പിറ്റേന്നും മിന്നു ഇത് തന്നെ ആവർത്തിച്ചു. ചിന്നുവിനാണെ വിശപ്പും സഹിക്കുന്നില്ല. ഗതികെട്ട ചിന്നു പിറ്റേന്ന് തീറ്റ തേടിപ്പോയി. ഇത് മനസ്സിലാക്കിയ മിന്നു ചിന്നുവിനോട് പറഞ്ഞു, കഷ്ടപ്പെട്ടാലേ വയറ് നിറയൂ. ഇത് കേട്ട ചിന്നു തല താഴ്ത്തി. ഒരിടത്തൊരിടത്ത് ചിന്നുവെന്നും മിന്നുവെന്നും പേരുള്ള 2 കാക്കകൾ താമസിച്ചിരുന്നു. മിന്നുക്കാക്ക നല്ലവനായ കാക്കയായിരുന്നു. എന്നാൽ ചിന്നുക്കാക്കയാവട്ടെ വഴക്കാളിയായ കാക്കയായിരുന്നു. എന്നും ചിന്നു മിന്നുവിനെ വഴക്കുണ്ടാക്കുമായിരുന്നു. ഇത് പതിവായതോടെ അപ്പുറത്തെ മരക്കൊമ്പിൽ താമസിച്ചിരുന്ന പരുന്തച്ചൻ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നിട്ട് പരുന്തച്ചൻ പറഞ്ഞു, ഇവന്മാരുടെ വഴക്കിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ എനിക്ക് സ്വസ്ഥതയ്ക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല. അങ്ങനെ പരുന്തച്ചൻ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, എന്താ കൂട്ടുകാരെ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ ചിന്നുക്കാക്ക പറഞ്ഞു, ഞങ്ങളിൽ ഞാനാണ് കൂടുതൽ ബലവാൻ, അതിവൻ സമ്മതിക്കുന്നില്ല. ഇത് കേട്ട് പരുന്തച്ചൻ പറഞ്ഞു, എങ്കിൽ നമുക്കൊരു മത്സരം വെക്കാം. അതിൽ വിജയിക്കുന്നയാളാണ് ബലവാൻ. 2 പേരും സമ്മതം മൂളി. പരുന്തച്ചൻ പറഞ്ഞു, ഇതാ 2 സഞ്ചി, ഇത് നിറയെ ഭാരമുള്ള എന്തെങ്കിലും നിറച്ചു കൊണ്ടുവരൂ. അതുമായി ഉയരത്തിൽ പറക്കുന്ന ആള് വിജയിക്കും. ചിന്നുക്കാക്ക മനസ്സിൽ പറഞ്ഞു, ഭാരമുള്ളത് അല്ലേ, ഇവന്മാരെ പറ്റിക്കാം. 2 പേരും സഞ്ചിയുമായി പറന്നു പോയി. മിന്നുക്കാക്കയാവട്ടെ തന്റെ സഞ്ചി നിറയെ ഉപ്പുമായി വന്നു. എന്നാൽ ചിന്നുക്കാക്കയാവട്ടെ സഞ്ചിയിൽ പഞ്ഞിക്കെട്ടുമായാണ് വന്നത്. 2 പേരും പറക്കാൻ തുടങ്ങി. മിന്നുക്കാക്കയുടെ സഞ്ചിയിൽ ഉപ്പായിരുന്നത് കൊണ്ട് ചിന്നുക്കാക്കയുടെ ഒപ്പം പറക്കാൻ മിന്നുക്കാക്കയ്ക്ക് സാധിച്ചില്ല. പെട്ടെന്നാണ് അവിടെ മഴ പെയ്തത്. അപ്പോൾ ചിന്നുക്കാക്കയുടെ പഞ്ഞിക്കെട്ടിൽ വെള്ളം നിറഞ്ഞ് കനം കൂടി ചിന്നുക്കാക്ക താഴേക്ക് വന്നു. എന്നാൽ മിന്നുക്കാക്കയുടെ സഞ്ചിയിൽ വെള്ളം വീണ് ഉപ്പലിഞ്ഞു പോയി. മിന്നുക്കാക്ക ഉയരത്തിൽ പറക്കാൻ തുടങ്ങി. അങ്ങനെ മത്സരത്തിൽ മിന്നുക്കാക്ക ജയിച്ചു. തിരിച്ചു വന്ന ചിന്നുക്കാക്കയോട് പരുന്തച്ചൻ പറഞ്ഞു, അതിബുദ്ധി ആപത്ത്. ചിന്നുക്കാക്കയും മാവച്ചനും. ഒരിക്കൽ ചിന്നുക്കാക്ക കാട്ടിലൂടെ തനിക്ക് താമസിക്കുവാനായി ഒരു വാസസ്ഥലം തപ്പി നടക്കുകയായിരുന്നു. അവൻ ഒരുപാട് അന്വേഷിച്ചെങ്കിലും പറ്റിയ ഒരു വാസസ്ഥലം അവന് കണ്ടുകിട്ടിയില്ല. അപ്പോഴാണ് അങ്ങകലെ അവനൊരു മാവുമരം കാണുന്നത്. ചിന്നുക്കാക്ക
മാവുമരത്തിന്റെ അടുക്കലേക്ക് പറന്നു ചെന്നു. എന്നിട്ട് ചോദിച്ചു, മാവച്ച, ഞാനും നിന്റെ കൂടെ താമസിച്ചോട്ടെ? ഇത് കേട്ട മാവച്ചൻ ചിന്നുക്കാക്കയോട് പറഞ്ഞു, എനിക്കൊരുപാട് വയസ്സായി. ഇനി എത്ര നാൾ ഞാൻ ഉണ്ടാകുമെന്നറിയില്ല. നിനക്ക് ഞാനുള്ള കാലം വരെ എന്നോടൊപ്പം താമസിക്കാം. അങ്ങനെ ചിന്നുക്കാക്ക മാവച്ചനോടൊപ്പം താമസിക്കുവാൻ തുടങ്ങി. നാളുകൾ കഴിഞ്ഞപ്പോൾ മാവച്ചന്റെ കൊമ്പിൽ ഒരുപാട് മാമ്പഴമുണ്ടായി. പ്രായമായതിനാൽ ഇത്രയും മാമ്പഴം താങ്ങാനുള്ള ശേഷി മാവച്ചനില്ലായിരുന്നു. ഇത് മനസ്സിലാക്കിയ നമ്മുടെ ചിന്നുക്കാക്ക മാവച്ചന്റെ കൊമ്പിലെ മാമ്പഴങ്ങൾ കൊത്തി താഴേക്കിട്ട് മാവച്ചനെ സഹായിച്ചു. അങ്ങനിരിക്കെ ഒരു ദിവസം കനത്ത മഴയിൽ പെട്ടെന്നാണ് കാറ്റ് വീശിയടിച്ചത്. ശക്തമായ കാറ്റിൽ പാവം മാവച്ചൻ മറിഞ്ഞു വീണു. തീറ്റ തേടിപ്പോയ ചിന്നുക്കാക്ക തിരിച്ചു വന്നപ്പോഴേക്കും മാവച്ചന്റെ കഥ കഴിഞ്ഞിരുന്നു. ചിന്നുക്കാക്ക ഒരുപാട് സങ്കടപ്പെട്ടു. അപ്പോഴാണ് ചിന്നുക്കാക്ക അത് ശ്രദ്ധിച്ചത്. അന്ന് താൻ കൊത്തിയിട്ട മാമ്പഴത്തിൽ നിന്നും ചെറിയ ചെറിയ മാവിൻ തൈകൾ വളർന്നു വന്നിരിക്കുന്നു. ചിന്നുക്കാക്കയ്ക്ക് ഒരുപാട് സന്തോഷമായി.